ഡിമാൻഡ് സോണിൽ നിന്നും ബൈയിങ് ആരംഭിച്ച 2 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് അദാനി പോർട്ട്. അദാനി പോർട്ട് ഇന്ന് 3.5% ഉയർന്ന് 1395 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 3 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 27.17, ഡിവിഡൻഡ് yield 0.5%, 52 വീക്കിലോ 995, 52 വീക്ക് ഹൈ 1563. ഇന്ന് അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ബിസിനസ് അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിരുന്നു. അദാനി പോർട്ടിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഇയർ ഓൺ ഇയറിൽ 8% വർദ്ധിച്ച് 40.2 മില്യൺ മെട്രിക് ടണ്ണായി രേഖപ്പെടുത്തി. എയർടെൽ ഡേറ്റിലെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 160.7 മില്യൺ മെട്രിക് ടണ്ണായി ഉയർന്നിട്ടുണ്ട്. എയർടെൽ ഡേറ്റിൽ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയിൽ 10.7% വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. റെയിൽ വഴിയുള്ള ലോജിസ്റ്റിക് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 17% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 60,940 20 ഫുട്ട് ഇക്വലൻ്റ് യൂണിറ്റ് അല്ലെങ്കിൽ TUU ആയി ഉയർന്നിട്ടുണ്ട്. എയർടെൽ ഡേറ്റിലെ റെയിൽ വഴിയുള്ള കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയിലും 15% വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അദാനി പോർട്ട് എന്ന സ്റ്റോക്കിൽ ഇന്ന് ബൈയിങ് മൊമെൻറ്റം വരികയും ഇൻട്രാഡേയിലും ക്ലോസിംഗ് ബേസിസിലും സ്റ്റോക്ക് 3% മുകളിലേക്ക് ഉയരുകയും ചെയ്തു. അതേസമയം സ്റ്റോക്ക് ദീർഘകാലമായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. 1325 രൂപയുടെ സപ്പോർട്ടും 1485 രൂപയുടെ റെസിസ്റ്റൻസുമാണ് സ്റ്റോക്കിനുള്ളത്. സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം കാഴ്ചവെച്ചതുകൊണ്ട് സ്റ്റോക്ക് 1450 എന്ന റെസിസ്റ്റൻസ് സോണിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നും 50 പോയിൻറ്റിൻ്റെ അപ്സൈഡ് മൊമെൻറ്റം അദാനി പോർട്ട് എന്ന സ്റ്റോക്കിൽ വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ 1325 സ്ട്രോങ് സപ്പോർട്ടും സ്റ്റോക്കിനുണ്ട്. ഏതെങ്കിലും കാരണവശാൽ 1455 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 1480 ആയിരിക്കും സെക്കൻഡ് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പോയിൻ്റ് ഓഫ് വ്യൂവും ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഇനി കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 4% നെഗറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. 6 മാസം കൊണ്ട് 22% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. 5 വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ 385% റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് അദാനി പോർട്ട്. സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിനടുത്തു നിന്നും അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് സോണിൽ നിന്നും ബൈയിങ് വന്ന സ്ഥിതിക്ക് സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തേത് MIC ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 2% ഉയർന്ന് 52 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയ സ്റ്റോക്കാണ്. 52 വീക്ക് ഹൈ 114, 52 വീക്കിലോ 49, 52 വീക്ക് ലോയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ആനന്ദ് റാട്ടി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 60 രൂപയുടെ ടാർഗറ്റ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. 2025 70 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 28%-ഓളം കറക്റ്റായി സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സപ്പോർട്ട് സോണിൽ സ്റ്റോക്കിൽ അക്കുമുലേഷൻ നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ 3 മാസമായി സ്റ്റോക്കിന് 50 രൂപയ്ക്ക് അടുത്ത് സപ്പോർട്ട് ലഭിക്കുന്നത്. ആനന്ദ് റാട്ടി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 61 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. 46 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 50 മുതൽ 52 റേഞ്ചിന് ഇടയിലുള്ള റേഞ്ചിൽ MIC ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ 5 വർഷം കൊണ്ട് 6025% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. എയർടെൽ ഡേറ്റിൽ 39% നെഗറ്റീവ് റിട്ടേണാണ് സ്റ്റോക്ക് നൽകിയത്. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 114, 52 വീക്കിലോ 52. MIC ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിന് കഴിഞ്ഞ 6 മാസമായി 50 രൂപയ്ക്കടുത്ത് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. 46 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അക്യുമുലേഷൻ ഫേസിലുള്ള അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഫേസിലുള്ള സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.